പലരും ഡ്രൈവറായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും ഒക്കെ വന്ന ആൾക്കാരാണ് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ. അവർക്ക് എങ്ങനെയാണ് ഇത്രയും ഫണ്ട് വന്നത്? അതന്നെയാണ് അങ്ങനെ ഒരു ടോക്ക്. ഡ്രൈവർമാരെല്ലാം പ്രൊഡ്യൂസർ ആകുന്നു, പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാം പ്രൊഡ്യൂസർ ആവുന്നു. അതിപ്പോ നമ്മൾ ആന്റണി അങ്കളും ഡ്രൈവറായിട്ട് വന്നിട്ടല്ലേ പ്രൊഡ്യൂസറായി മാറിയത്. അതാ ഇനി പ്രൊഡ്യൂസർ ആകുമ്പോണെങ്കിൽ നമ്മുടെ ജനിച്ചു വീണ ആൾക്കാർ മാത്രമേ പ്രൊഡ്യൂസർ ആകാൻ പാടുള്ളൂ എന്നുണ്ടോടി. ചിലപ്പോൾ അവർ ഡ്രൈവിങ്ങിനൊക്കെ പോയി, അതേപോലെ തന്നെ അവർ പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ആയ ശേഷം അവർ കാശ് മാസം കൂട്ടി വെച്ച് ചിലപ്പോൾ സിനിമ പ്രൊഡ്യൂസറായി മാറിയതായിരിക്കാം. എന്തായാലും നമ്മുടെ സാന്ദ്ര തോമസിനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കുറെ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലവർക്ക് കാണാത്തവർക്ക് വേണ്ടി എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ലിറ്റിൽ ഹാർട്സ് എന്നും പറഞ്ഞിട്ടൊരു സിനിമ നമ്മുടെ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ പരാജയപ്പെട്ടു. 7 കോടി രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യുക. ഞാൻ എന്റെ കാര്യത്തിലേക്ക് പിന്നീട് വരാം. അതായത് ഈ സിനിമ റിലീസിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ തിയേറ്റർ അസോസിയേഷൻ ഓണേഴ്സ്, അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, സംഘടന, ഫിയോക്കെ എന്ന് പറയും. അപ്പൊ ഇവരുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അതിന്റെ കാരണം എന്ന് വെച്ചാൽ സാന്ദ്ര തോമസിന്റെ ഫാദർ ഒരു സിനിമ ഇടക്കാലൻ ബറ്റാലിയൻ എന്ന് പറഞ്ഞിട്ടൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയും തിയേറ്ററിൽ പരാജയമായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പൊ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു കോ പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നു കാർണിവൽ സിനിമാസ്. ഇവർ തിയേറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാശ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഫിയോക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് സാന്ദ്ര തോമസ് ലിറ്റിൽ ഹാർട്സ് എന്നും പറഞ്ഞ് പാവം ഒരു സിനിമയുമായി വരുന്നത്. അപ്പോൾ ഈ ലിറ്റിൽ ഹാർട്സ് റിലീസ് ചെയ്യണമെങ്കിൽ മുൻപേ ഉള്ള പൈസ ഫിയോക്കയ്ക്ക് തിരിച്ചു കൊടുത്താൽ മാത്രമേ റിലീസ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാന്ദ്ര തോമസ് വാദിച്ചതെന്ന് വെച്ചാൽ ആ സിനിമയും അതായത് ഇടക്കാല ബെറ്റിയൻ എൻ്റെ ഫാദർ നിർമ്മിച്ച സിനിമയാണ്. അപ്പോൾ അതുമായിട്ട് എനിക്ക് ബന്ധമില്ല. ശരിയാണ്, അവരൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ട് നമ്മൾ നോക്കണം. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ അവർ ഫാദർ നിർമ്മിച്ച സിനിമ ഫാദറാണ് അതിന്റെ ഉത്തരവാദി. അപ്പോൾ അവരെന്നത് കാശ് മേടിച്ചിട്ട് അവസാനം സിനിമ റിലീസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരൊരു പരാതി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കൊടുക്കുകയുണ്ടായി. അപ്പൊ അവിടുത്തെ ആൾക്കാരും ഫിയോക്കയുമായിട്ടുള്ള ചർച്ചയിൽ അവസാനം ഇവര് ഒരു ചെറിയൊരു കരാറിൽ ഏർപ്പെട്ടെന്ന് വെച്ചാൽ ഇവരുടെ ലിറ്റിൽ ഹാർട്ട് എന്ന സിനിമ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി ഫിയോക്കെ ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ അത് സാന്ദ്ര തോമസ് സമ്മതിക്കുകയുണ്ടായി. പക്ഷേ സിനിമ തിയേറ്ററിലെത്തി, അതേപോലെ തന്നെ ചെറിയ പരാജയം നേരിട്ട് തുടങ്ങി. അപ്പം ഇവർ പിന്നെ പരാതിയുമായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് ഒരിടത്തും പോസ്റ്ററുകൾ പോലും കാണുന്നില്ല എന്നായിരുന്നു അവരുടെ പരാതി. ഈ കാലത്തൊക്കെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നടക്കൂടി, ഇപ്പോഴൊക്കെ മീഡിയ പബ്ലിസിറ്റി അല്ലേ കൂടുതൽ അത്. അപ്പം ഇവർ പോയ സമയത്തൊക്കെ അവർ ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ എല്ലാം പറഞ്ഞിട്ട് പക്ഷെ ഒന്നും ശരിയാകാതെ വന്നു. അപ്പോൾ ഇവർ പിന്നെ പരാതികളുമായിട്ട് മുന്നോട്ട് നീങ്ങിയപ്പം ഇവരെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ചർച്ചയ്ക്ക് ഇവരെ കൊണ്ടുവരികയുണ്ട്. അപ്പോൾ ഇവരുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇവരുമായിട്ട് ഒരു ചർച്ചയിൽ ഏർപ്പെട്ടു. ഈ ചർച്ച നടക്കുന്ന സമയത്ത് സിയാദ് കോക്കർ എന്ന പ്രൊഡ്യൂസർ വളരെ വളരെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു എന്ന് വെച്ചാൽ വളരെ ഹാർഷായിട്ടൊക്കെ സംസാരിച്ചു എന്നൊക്കെയാണ് ഇവർ ചില ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് അവർക്ക് ഒരു മെസ്സേജ് വരുന്നത്. ആ കൂട്ടത്തിൽ സന്ദീപ് എന്ന് പറയുന്ന ഒരാൾ മെസ്സേജ് അയച്ചു. അവരുടെ ഷർട്ടിന്റെ ഒരു ബട്ടൺസ് ഓപ്പൺ ആയി കിടക്കുന്നത് മറ്റുള്ള ആൾക്കാർ അധിക്ഷേപിക്കുന്നു എന്നും അല്ലെങ്കിൽ അത് കണ്ട് ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് എന്തോ കൊടുത്തു. അപ്പൊ അത് കണ്ടപ്പം അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയി. അപ്പൊ അവർ അതിനെ ചോദ്യം ചെയ്തു, പക്ഷെ അവരാരും ഏറ്റില്ല. അപ്പൊ ഇതിൽ പ്രകോപിതയായിട്ട് അവർ കൊണ്ടുവന്നൊരു കേസ് കൊടുത്തു, FIR രജിസ്റ്റർ ചെയ്തു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ 10ഓളം പ്രൊഡ്യൂസേഴ്സിനെതിരെ FIR ഇട്ട് കേസെടുത്തു. അപ്പൊ അതുമൊക്കെ ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അംഗങ്ങളെ ഇവർ പുറമെ അല്ലെങ്കിൽ പുറത്ത് ജനങ്ങൾക്കിടയിൽ കരിവാരി തേക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഇവരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നാണ് പുതിയ ഒരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലിറ്റിൽ ഹാർട്ട് എന്ന സിനിമ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ട് എനിക്ക് ഒരു 1/2 മണിക്കൂറിന് മേലുള്ള ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. സത്യം പറയട്ടെ, ഞാൻ അവസരം ഓഫ് ചെയ്തിട്ട് പോയി. അത് നായകൻ വരുമ്പോൾ തന്നെ സ്ലോ മോഷനിൽ കാണിക്കണമെങ്കിൽ ഒരു ഇറിറ്റേറ്റഡ് ആയത് 1/2 മണിക്കൂർ കണ്ടപ്പോൾ തന്നെ. വലിയ രീതിയിൽ സിനിമ കൊള്ളാമെന്നുള്ള പ്രതീക്ഷയിൽ കാണാൻ തുടങ്ങിയാണ്, പക്ഷെ എനിക്ക് വലുതായിട്ട് ദഹിച്ചില്ല. എനിക്ക് തോന്നുന്നു സാന്ദ്ര തോമസ് ഫ്രൈഡേ ഫിലിംസിന്റെ കൂടെ അല്ലെങ്കിൽ അതിൽ ആ ഒരു ജോയിന്റ് വെഞ്ചറിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ സ്റ്റോറി സെലക്ട് ചെയ്യാൻ പ്രത്യേകം എനിക്ക് തോന്നുന്നു വിജയ് ബാബുവിനെ പോലുള്ള ആൾക്കാർ വളരെ നല്ല സ്റ്റോറി, ഇവരുടെ കയ്യിലുള്ള കാശ് ഇവർ മുടക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇവരൊരു ഇൻഡിവിജ്വൽ ആയിട്ട് വന്നപ്പം ഇവർ എടുത്ത 2 സിനിമ, ഇപ്പം നല്ല നിലാവുള്ള രാത്രി, അത് ഇവർ പ്രൊഡ്യൂസർ ആയിരുന്നു. അത് കഴിഞ്ഞ് ലിറ്റിൽ ഹാർട്ടിലേക്ക് വന്നു. അപ്പം നല്ല നിലാവുള്ള രാത്രി ഒരു ആവറേജ് സിനിമ ആയിരുന്നെങ്കിൽ പോലും ഇവർ വാദിച്ചെന്ന് വെച്ചാൽ അത് നല്ല സിനിമയായിരുന്നു. പക്ഷേ റിവ്യൂസ് എല്ലാവരും കൂടെ പിടിച്ച് പഞ്ഞിക്കിട്ടാണ് ആ സിനിമ പിറകിലോട്ട് പോയതെന്ന് ഇവർ വാദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത് ലിറ്റിൽ ഹാർട്സിന് പരസ്യം കൊടുക്കാത്തത് കൊണ്ടാണ് പിറകിലോട്ട് പോയെന്ന് ഇവർ വാദിക്കുന്നു. അപ്പൊ ഇതൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ വിജയിച്ച ഒരുപാട് സിനിമകളുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അതൊക്കെ വളരെ നല്ല സിനിമകളായതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ സാന്ദ്ര തോമസ് പറയുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പേഴ്സണലി ആ സിനിമ എനിക്ക് പേഴ്സണലി നന്നായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു പരാതിയുമായി ഒരു സംഘടനയിൽ പോകുമ്പോൾ അതായത് സാന്ദ്ര തോമസ് പറഞ്ഞതുപോലെയാണ് അവിടെ ഇവർക്കെതിരെ ഒരു ലൈംഗിക അധിക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ തെമ്മാടിത്തരുമെന്നേ പറയുള്ളൂ. കാരണം അവരുടെ സംഘടന, ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ ഒരു സ്ത്രീക്ക് നേരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നോക്കണം, അല്ലേ? നമ്മുടെ കോളേജിലായാലും സ്കൂളിലായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇത്
അവിടെ അവരൊരു പ്രശ്നത്തിന് പോയപ്പോൾ അതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന് അവർ ആരോപിക്കുന്നുണ്ടെങ്കിൽ അതിൽ ശരിയുണ്ടെങ്കിൽ അത് വെറും തെണ്ടിത്തരമാണ്. പിന്നെ ഇവർ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പം ഒരാൾക്ക് ഒരു സംഘടന പ്രസിഡന്റ് ആവണം അല്ലെങ്കിൽ ഇതുണ്ടാവണം, അതിന് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ വേണോ എന്നുള്ള കാര്യം അറിയില്ല. പൊതുവെ എല്ലാ സംഘടനകളിലും അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പലവരും പ്രസിഡന്റോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി അങ്ങനെ പല കാര്യങ്ങളും ആവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതാണ് സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു കോൺട്രവേഴ്സി.